പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. വനവിദ്യാലയത്തിലെ കുട്ടിപ്പട്ടാളം ഈ കഥ കേൾക്കൂ. മംഗളവനത്തിൻ്റെ മനോഹരമായ താഴ്വരയിൽ ധാരാളം മൃഗക്കുട്ടികൾ പഠിച്ചിരുന്ന വനവിദ്യാലയമുണ്ടായിരുന്നു. മാൻകുട്ടികളും മുയൽക്കുട്ടികളും കുട്ടിക്കുരങ്ങന്മാരും കരടിക്കുട്ടികളും ആനക്കുട്ടികളും ഉൾപ്പെടെ നിരവധി കുഞ്ഞുങ്ങൾ അവിടെ പഠിച്ചിരുന്നു. അവർക്കൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. എപ്പോഴും ഓടിച്ചാടി കളിക്കുക മാത്രമാണ് അവരുടെ പണി. പുസ്തകവും ബെല്ലടിച്ചതും അധ്യാപകരുടെ വാക്കുകളും അവർ കാര്യമാക്കിയിരുന്നില്ല. അച്ചടക്കമോ ചിട്ടയോ തീരെയില്ലായിരുന്നു. ഒരു ദിവസം സ്കൂളിൻ്റെ മുറ്റത്ത് മണിയപ്പൻ കാള നിൽക്കുകയായിരുന്നു. കുട്ടികളെ നോക്കി അദ്ദേഹം സ്നേഹത്തോടെ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, നമുക്കൊരു കുട്ടിപ്പട്ടാളം തുടങ്ങാം. അച്ചടക്കവും ഐക്യവും പഠിക്കാം. ആർക്കൊക്കെ വരാൻ താല്പര്യമുണ്ട്? അത് കേട്ടപ്പോൾ കുട്ടികൾക്കൊക്കെ വലിയ ആവേശം. ഒരാൾക്ക് പിന്നാലെ ഒരാൾ അങ്ങനെ വരിവരിയായി എല്ലാവരും മുന്നോട്ട് വന്നു. അപ്പോൾ സ്മൃതി ടീച്ചറും അജൻ മാഷും മുന്നോട്ട് വന്നു. കുട്ടികളുടെ ഉയരം, വലിപ്പം, ആരോഗ്യം, കരുത്ത് എല്ലാം പരിശോധിച്ചു. എല്ലാവർക്കും നല്ല കഴിവുണ്ട്, സ്മൃതി ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ പരിശീലനം വേണം. അവരെ സഹായിക്കാൻ ഷോജൻ കരടി മാഷും സീമനി ടീച്ചറും കൂടി. അടുത്ത ദിവസങ്ങളിൽ പരിശീലനം തുടങ്ങി. ദിവസവും അതിരാവിലെ ചിട്ടയായ വ്യായാമം, വരിയും നിരയും ഒപ്പിച്ച് നേരെ നിൽക്കാനും ഒരേ താളത്തിൽ നടക്കാനും പരിശീലിച്ചു. മാഷിൻ്റെ വാക്കുകൾ അനുസരിക്കാൻ ആദ്യം കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി. ചിലർ വീഴും, ചിലർ ചിരിക്കും, ചിലർ ക്ഷീണിക്കും. പക്ഷേ മാഷന്മാരും ടീച്ചർമാരും പറഞ്ഞു, ഒരിക്കലും തോറ്റുപോകരുത്, നിങ്ങൾക്ക് കഴിയും. അത് കേട്ട് കുട്ടികൾ വീണ്ടും ശ്രമിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ആഴ്ചകളും മാസങ്ങളും പിന്നിട്ടു. അച്ചടക്കമില്ലാതെ ഓടി നടന്ന കുട്ടികൾ ഇപ്പോൾ നേരെ നിൽക്കാനും ഒരുമിച്ച് നടക്കാനും പരസ്പരം സഹായിക്കാനും പഠിച്ചു. പരസ്പരം താങ്ങും തണലുമായി അവർ അനുസരണയുള്ള കുഞ്ഞുങ്ങളായി മാറി. ഒടുവിൽ ആ ദിവസമെത്തി. വനത്തിലെ എല്ലാവരും മൈതാനത്ത് ഒത്തുകൂടി. രക്ഷിതാക്കൾ മുൻനിരയിലിരുന്നു. ടണ്ടൻ ടടം ടടം താളത്തിൻ്റെ ശബ്ദത്തോടെ കുട്ടിപ്പട്ടാളം മുന്നോട്ട് നീങ്ങി. 1, 2, 3, 4 അണിയണിയായി തലയുയർത്തി മുഖത്ത് ആത്മവിശ്വാസത്തോടെ കുഞ്ഞുങ്ങൾ മാർച്ച് ചെയ്തു. അത് കണ്ടപ്പോൾ രക്ഷിതാക്കളുടെ കണ്ണുകളിൽ സന്തോഷക്കണ്ണീർ തിളങ്ങി. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളോ? എത്ര മനോഹരമായാണ് അവർ മാർച്ച് ചെയ്യുന്നത്! അവർ അത്ഭുതത്തോടെ പറഞ്ഞു. മണിയപ്പൻ കാള സന്തോഷത്തോടെ പറഞ്ഞു, അച്ചടക്കമുണ്ടെങ്കിൽ ഏത് കുഞ്ഞിനും മികച്ച ഭാവി ഉണ്ടാവും. കുട്ടികൾ ഒരുമിച്ച് പറഞ്ഞു, നമുക്കത് കഴിയും. നമ്മൾ ഒരുമിക്കുന്നതാണ് ശക്തി. അങ്ങനെ വനവിദ്യാലയത്തിലെ കുഞ്ഞുങ്ങൾ അച്ചടക്കവും അനുസരണയും ആത്മവിശ്വാസവും നിറഞ്ഞ മികച്ച കുട്ടികളായി വളർന്നു.